വാക്യം മുതലുള്ള ഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. 18 മുതലുള്ള വേദഭാഗങ്ങൾ പ്ലീസ് വായിക്കാമോ? 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപതതി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മോൾ ഭാഗത്തുള്ള വാക്യങ്ങളിൽ നിന്ന് ധനവാന്മാരോട് തീമോഥെയോസ് എങ്ങനെ ഉപദേശിക്കണം, അവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ പൗലോസ് പറഞ്ഞ ശേഷം ഇവിടെ 17-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്ക എന്ന് പൗലോസ് തീമോഥെയോസിനോട് അറിയിക്കുകയാണ്. അപ്പോൾ ധനവാന്മാരോട് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ പറയുകയാണ് നന്മ ചെയ്യണം. അതാണ് 18-ാം വാക്യത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മുകളിലെ വാചകത്തിൽ ദൈവത്തോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് പറഞ്ഞിട്ട് തുടർന്ന് ഇവിടെ കൂട്ടുവിശ്വാസികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുകയാണ്. ധനവാന്മാരോടുള്ള കാര്യങ്ങൾ അറിയിച്ച ശേഷം തുടർന്ന് പൗലോസ് ഇവിടെ പറയുന്നത് കൂട്ടുവിശ്വാസികളോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു 3-4 കാര്യം പൗലോസ് വാക്യങ്ങളിൽ ധരിച്ചിട്ടുണ്ട്. ഒന്ന്, നന്മ ചെയ്യണം. 2, സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം. സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം. 3, ദാനശീലരായിരിക്കണം. 4, ഔദാര്യമുള്ളവരായിരിക്കണം. ഔദാര്യമുള്ളവരായിരിക്കണം. സൽപ്രവർത്തികളിൽ 1, നന്മ ചെയ്യണം. 2, സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം. 3, ദാനശീലരായിരിക്കണം. 4, ഔദാര്യമുള്ളവരായിരിക്കണം. ഔദാര്യമുള്ളവരായിരിക്കണം. അതിനോട് ചേർത്തൊരു വാക്യം നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 34 മുതൽ 37 വരെ.
തുടർന്ന് 19-ാം വാക്യം പറയുന്നത്, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്ക എന്നാണ്. എന്ന് പറഞ്ഞാൽ ദാനശീലരും സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കുകയും ഔദാര്യമുള്ളവരായിരിക്കുകയും നന്മ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഒരാൾ തനിക്ക് തന്നെ എന്ത് ചെയ്യുകയാണ്? നിക്ഷേപം സ്വരൂപിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താണ് അതിന്റെ ഫലം? തനിക്ക് തന്നെ ആ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് സ്വരൂപിക്കുകയാണ് എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതായത് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു മുതൽക്കൂട്ടാണ് എന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഈ നിക്ഷേപം ചെയ്യുന്ന കാര്യത്തിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ നിക്ഷേപം, അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? തനിക്ക് വേണ്ടി തന്നെത്താൻ എന്ത് ചെയ്യുകയാണ്? നിക്ഷേപം സ്വരൂപിക്കുകയാണ്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക. അങ്ങനെ നിക്ഷേപങ്ങളിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഒരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. ഭോക്താക്കളിൽ നിന്നുള്ള സ്വീകരണം, ഗുണഭോക്താക്കളിൽ നിന്നുള്ള സ്വീകരണം. സ്വർഗീയ സന്തോഷത്തിലും മഹത്വത്തിലുമുള്ള പ്രവേശനം. നല്ല മനസാക്ഷി, ഗുണഭോക്താക്കളിൽ നിന്നുള്ള സ്വീകരണം, സ്വർഗീയ സന്തോഷത്തിലും മഹത്വത്തിലുമുള്ള പ്രവേശനം. അങ്ങനെയുണ്ടെങ്കിൽ ഈ നിക്ഷേപം വരും കാലത്തേക്കുള്ള ഒരു അടിസ്ഥാനമായി തീരും. അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാൻ സാധിക്കുന്നത്, ഇന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും കർത്താവിന് വേണ്ടി ചെലവ് ചെയ്യുകയും ചെയ്താൽ നിത്യമായ ലാഭവീതം തക്ക സമയത്ത് ലഭിക്കാനിടയാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവും ഇതിനോട് ബന്ധമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചോണം. മത്തായി സുവിശേഷം 25-ാം അധ്യായം, മത്തായി 25, 34, 40, 46 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 34-ാം വാക്യവും 40-ാം വാക്യവും 46-ാം വാക്യവും. നമുക്ക് എല്ലാവർക്കും ലഭിച്ചതായിരിക്കുന്ന രക്ഷ എങ്ങനെ ലഭിച്ചതാണെന്നറിയാമോ? കൃപയാൽ, അത് വിശ്വാസത്താൽ ലഭിച്ചതാണ്, അല്ലേ? ഒരു വ്യക്തി രക്ഷാനിർണയം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അത് കൃപയാലാണ്. മാത്രമല്ല വിശ്വാസത്താലാണ് അത് പ്രാപിക്കുന്നത്.
എന്നാൽ പ്രതിഫലം പ്രാപിക്കുന്നത് അങ്ങനല്ല കേട്ടോ. പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ അത് പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത്. ദാനിയേൽ 12:3 2 കൊരിന്ത്യർ ലേഖനം 5-10 ദാനിയേൽ 12:3 2 കൊരിന്ത്യർ 5:10 1 കൊരിന്ത്യർ 3:8 പൗലോസ് തിമോഥെയോസിന് എഴുതി പറയുന്നത് ധനവാന്മാരോട് ആജ്ഞാപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ധനവാന്മാരോട് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആജ്ഞാപിക്കണം. അപേക്ഷിക്കുകയല്ല, പിന്നെ ആജ്ഞാപിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ പൗലോസ് തിമോഥെയോസിനോട് എഴുതിയതായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ഇന്നത്തെ ധനവാന്മാരോട് എത്ര പേർക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും എന്ന് നാം വളരെ ആലോചിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ധനവാന്മാരോട് ആജ്ഞാപിച്ചതായിരിക്കുന്ന തിമോഥെയോസിന്റെ ജീവിതത്തിൽ അതിന് തക്കതായിരിക്കുന്ന യോഗ്യത ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ യോഗ്യതയുള്ളതായിരിക്കുന്ന തിമോഥെയോസാണ് ധനവാന്മാരോട് ഇത് ആജ്ഞാപിക്കുവാനായിട്ട് പൗലോസ് എഴുതി അറിയിക്കുന്നത്. അപ്പോൾ ഇത് ആജ്ഞാപിക്കുന്ന തിമോഥെയോസ് ആജ്ഞാപിക്കുവാൻ തക്കവണ്ണം ആരായിരുന്നു? അതിന് യോഗ്യനായ വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആജ്ഞാപിക്കുമ്പോൾ, അത് ഉപദേശിക്കുന്ന വ്യക്തി ആരായിരിക്കണം? അത് പറയുവാൻ തക്കവണ്ണം യോഗ്യത, അതിന് മാതൃകയുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഒരിക്കൽ നല്ല ഉപദേശം കൊടുക്കുന്ന ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു മാതാവ് അവരുടെ മകനുമായിട്ട് കടന്നു പോകാനിടയായി. എന്നിട്ട് ആ ഗുരുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അല്ലയോ ഗുരുവേ, എൻ്റെ മകന് ഒരു ചേർച്ചയല്ലാത്തൊരു സ്വഭാവമുണ്ട് ഇവന്. അപ്പൊ അദ്ദേഹം ചോദിച്ചത് എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ മാതാവ് പറഞ്ഞു, ഇവന് കണക്കില്ലാതെ ശർക്കര തിന്നുമെന്ന് പറഞ്ഞു. എവിടെ കൊണ്ട് ശർക്കര ഒളിച്ചു വെച്ചാലും അവനത് എങ്ങനെയും കണ്ട് മൊത്തം തിന്നുകളയും. അതുകൊണ്ട് ഗുരു ഉപദേശിക്കണം, ഇവനെ ആ സ്വഭാവത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരണം. അപ്പൊ ഗുരു ഇത് കേട്ടിട്ട് പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. അപ്പൊ ഒരു ഉപദേശം കൊടുത്തില്ല. മാതാവ് മകനുമായിട്ട് മടങ്ങി വീട്ടിൽ പോയി. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ അവനെ ഉപദേശിച്ചു. അപ്പൊ ഈ മാതാവ് ഗുരുവിനോട് ചോദിച്ചു, ഈ ഒരു മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ എന്താ ഉപദേശിക്കാന്? ഒരു മാസം എന്തിനാണ് ഇങ്ങനെ
ഇടവേള തന്നെന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, അന്ന് വന്നപ്പം എനിക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ശർക്കര ഞാൻ തിന്നുകൊണ്ടിരുന്ന കാലത്താണ് നിങ്ങള് നല്ല ഉപദേശം കൊടുക്കാനായിട്ട് എൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടുവന്നത്. 1 മാസം കൊണ്ട് എൻ്റെ സ്വഭാവം ഞാൻ മാറ്റി. അതുകൊണ്ടാണ് മാറ്റാൻ ഒരു അവധിയാണ് ഞാൻ ചോദിച്ചത്, 1 മാസം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു വ്യക്തിയെ ഉപദേശിക്കുകയും അതിന് ആജ്ഞ കൊടുക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ഉപദേശിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം? അതിനുള്ള യോഗ്യത, അതിനുള്ളതായിരിക്കുന്ന മാതൃകപരമായ ജീവിതം ആവശ്യമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പൗലോസിന്റെ നിലപാടെന്ന് പറയുന്നത് എന്താണ്? പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാഴ്ചയാലല്ല, പിന്നെ വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അപ്പൊ പൗലോസിന്റെ ജീവിതം തികച്ചും എങ്ങനെയായിരുന്നു? വിശ്വാസത്താലായിരുന്നു. കാഴ്ചയാലാണ് ജീവിക്കുന്നതെങ്കിൽ നാം ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുകയാണ്, സ്വർഗത്തിലല്ല നാം നിക്ഷേപം സ്വരൂപിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭൗതിക ചിന്തകളും സമ്പത്തും ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ വളരെ വർദ്ധിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആത്മീയമായിരിക്കുന്ന ശക്തിയുടെ ഒഴുക്കിനെ അത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാര് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ലഭ്യമല്ലായിരുന്നു, നല്ല വസ്ത്രങ്ങൾ അവർക്കില്ലായിരുന്നു, നല്ല ഭവനങ്ങൾ അവർക്കില്ലായിരുന്നു. വളരെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും മധ്യത്തിലാണ് അവർ കർത്താവിനെ സേവിപ്പാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാനിടയായത്. എന്നാൽ ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, സമ്പത്ത് ഇന്ന് ദൈവമക്കൾക്ക് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഭൗതിക ചിന്തകളാണ് അവരെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല. എന്താണെന്നറിയാമോ? ആത്മീയ ശക്തിയുടെ ഒഴുക്ക് വളരെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്നത്തെ ആത്മീയ നിലവാരം എത്തിച്ചേർന്നിരിക്കുന്നത്. വാസ്തവത്തിൽ നാം അത് കണ്ട് ഉണരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികൾ രാജാക്കന്മാരെ പോലെ വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത്. എന്നാൽ ആ കാലത്ത് ഈ കാരണങ്ങൾ നാം ചിന്തിച്ച് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ഒരു വലിയ ആത്മീയ ഉണർവ് ദൈവസഭയ്ക്ക് അകത്തുണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം നാം വളരെ ഗ്രഹിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവസഭകളുടെ പേരിട്ട് നോക്കിയാൽ ഒരു മന്ദോഷ്ണാവസ്ഥ നേരിട്ടിരിക്കുന്ന ലവോദിക്യ സഭയെ പോലെ മന്ദോഷ്ണാവസ്ഥ നേരിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സഭകളുടെ ആ കാലഘട്ടമാണ് അവിടെ രേഖപ്പെടുത്തിയതെങ്കിലും ആ കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി 7ാമത്തെ സഭയായിരിക്കുന്ന ലവോദിക്യ സഭയുടെ പീരീഡിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നുള്ള കാര്യം മറക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന സഭകളിൽ 1ാമത്തെ സഭ എഫേസോസ് സഭയായിരുന്നു.
അല്ലേ? എഫേസോസ് സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും, 7 നക്ഷത്രങ്ങൾ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് സഭയുടെ മധ്യത്തിൽ, നിലവിളക്കുകളുടെ മധ്യത്തിൽ ലാവുന്ന ഒരു കർത്താവിനെയാണ് എഫേസോസ് സഭയിൽ കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ കർത്താവ് സഭയ്ക്കകത്തുണ്ടായിരുന്നു, സഭയ്ക്കകത്ത് നടകൊള്ളുന്നവനായിരുന്നു കർത്താവ്. അതേസമയം 7ാമത്തെ പീരീഡ് ആയപ്പോൾ കർത്താവ് എവിടെയാണ്? വെളിയില, സഭയുടെ വെളിയില. അകത്തുള്ളവർ സംസാരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ധനവാന്മാരാണ്, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല എന്നൊക്കെ അവർ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് 7ാമത്തെ പീരീഡ്. അപ്പോൾ സഭയുടെ വെളിയിൽ നിന്ന് കർത്താവ് ഡോറിൽ മുട്ടുക, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് കർത്താവ് 7ാമത്തെ സഭയോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ആത്മീയ ഉണർവ് ദൈവസഭകളിലേക്ക് വന്നേ മതിയാകുള്ളൂ. അത് വരണമെങ്കിൽ നാം ഇവിടെ ചിന്തിച്ചത് ഭൗതിക ചിന്തകൾ മറന്ന് സമ്പത്തുണ്ടെന്നുള്ളതായിരിക്കുന്ന ആ മനോഭാവം വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ താഴുകയും വിനയപ്പെടുകയും ദൈവസന്നിധിയിൽ പൂർണ്ണ തീരുമാനങ്ങളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ഇന്ന് ദൈവസഭകളിൽ വലിയ ഉണർവ് വരികയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവസാന വാക്യമാണ്, അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ ഉപസംഹാര ഭാഗമാണ്. ഉപസംഹാരമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഉപസംഹാരത്തോടുള്ള ബന്ധത്തിൽ തിമോഥെയോസിനോടുള്ളതായിരിക്കുന്ന അന്ത്യമായിട്ടുള്ള ബുദ്ധി ഉപദേശം കൂടിയാണ്. തിമോഥെയോസിന് അന്ത്യമായി ചില ബുദ്ധി ഉപദേശമാണ് ഈ ലേഖനത്തിൽ ഉപസംഹാര ഭാഗത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇവിടെ വായിച്ചത്? അല്ലയോ തിമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. ആ ജ്ഞാനം ചിലർ ശ്രീവാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഈ ലേഖന ഭാഗം പൗലോസ് ഉപസംഹരിക്കുകയാണ്. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഉപനിധി ഉണ്ട്, അത് നീ കാത്തുകൊള്ളണം. തിമോഥെയോസിന്റെ ബാങ്കിൽ ദൈവം ഒരു സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ് കരുതുകയാണ്. ആ ഒരു ചിന്തയിലാണ് ഈ പ്രസ്താവന പൗലോസ് ഇവിടെ ധരിച്ചിരിക്കുന്നത്. രണ്ട് തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യവും 2 തിമോഥെയോസ് 1-ന്റെ 14-ാം വാക്യവും കൂടെ ചേർത്ത് ഈ ഭാഗം നാം നോക്കിയാൽ തിമോഥെയോസിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി സുവിശേഷമാണെന്നും അത് പരിശുദ്ധാത്മാവിൽ കാത്തുകൊള്ളണമെന്നും പൗലോസ്
വ്യക്തമാക്കുകയാണ്. അപ്പോൾ തിമോഥെയോസിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്താണ്? സുവിശേഷമാണ്. സുവിശേഷം. ആ ഉപനിധി പൗലോസ് എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. അത് പരിശുദ്ധാത്മാവിലാണ് കാത്തുകൊള്ളേണ്ടത്. ഉപനിധി എന്നുള്ളതായിരിക്കുന്ന പദം പുതിയ നിയമഭാഗത്ത് നാം നോക്കിയാൽ പൗലോസ് മാത്രമേ ഈ പദം ഉപയോഗിച്ചതായിട്ട് മാത്രമേ കാണാൻ കഴിയും. അപ്പോൾ പൗലോസിന്റെ ഒരു വാക്കാണ് ഏത് വാക്ക്? ഉപനിധി. ഉപനിധി. അപ്പൊ അതിന്റെ ഒരു മീനിങ്, അതിന്റെ ഒരു അർത്ഥം നാം നോക്കിയാൽ, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉപനിധി നിന്റേതല്ല, വേറൊരാളുടെ സ്വത്ത് നിന്നെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഉണ്ടോ? മറ്റൊരാളുടെ സ്വത്ത് ഒരാളെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു കർത്തവ്യത്തെ കുറിച്ചാണ് ഇവിടെ ഉപനിധി എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദപണ്ഡിതനായിരിക്കുന്ന ക്രിസോസ്റ്റം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ആശയം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉപനിധി നീ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. അത് നിന്നെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ചതാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു കുറവും കാണിക്കാൻ പാടില്ല. സുവിശേഷം എങ്ങനെ പറയണം? സുവിശേഷം എങ്ങനെ അവതരിപ്പിക്കണം? സുവിശേഷത്തോടെങ്ങനെ ഇടപെടണം? അത് എത്രമാത്രം ഗൗരവമേറിയതാണ് എന്നൊക്കെ നീ മനസ്സിലാക്കി എന്ത് ചെയ്യണം? അതിനോടൊട്ടും അവിശ്വസ്തത കാണിപ്പാൻ പാടില്ല എന്നുള്ള ആശയത്തോടു കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉപനിധി നീ കാത്തുകൊള്ളണം, നീ സൂക്ഷിക്കണം. ഉപനിധി എന്ന് പറഞ്ഞാൽ അതൊരു ബാങ്ക് പദമാണ്. ബാങ്കുമായിട്ട് ബന്ധമുള്ള ഒരു പദപ്രയോഗമാണ് ഏത്? ഉപനിധി. ഉപനിധി. ഈ പ്രയോഗം ഇടയലേഖനത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ തിമോഥെയോസിൽ ഈ ഉപനിധി അല്ലെങ്കിൽ ഈ നിക്ഷേപം നിക്ഷേപിച്ചിരിക്കുകയാണ്. 2 തിമോഥെയോസ് 1:12 വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കുക, പൗലോസ് തന്റെ നിക്ഷേപം ക്രിസ്തുവിൽ നിക്ഷേപിച്ചിരിക്കുമ്പോൾ ആ പൗലോസാണ് പറയുന്നത്, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളണം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യസുവിശേഷമാകുന്ന ആ ഉപദേശമാണ് ഏത്? ആ ഉപനിധി എന്ന് പറഞ്ഞാൽ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ സത്യ ഉപദേശമാകുന്ന ഈ സുവിശേഷം നിന്റേതല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ വകയാണ്. അത് നിന്നിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. നീ അതിനെ കാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു
പടയാളിയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വസ്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആ പടയാളി തോക്കും പിടിച്ചുകൊണ്ട് അതിന്റെ കാവൽക്കാരനായി നിൽക്കുന്നത് പോലെ സത്യസുവിശേഷം, ആ ഉപദേശമാകുന്ന സുവിശേഷത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കി ആ സുവിശേഷത്തിന്റെ കാവൽ ഭടനായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിന് യാതൊരു കോട്ടവും തട്ടാതെ വണ്ണം നീ അതിന്റെ കാവൽക്കാരനായിരിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് ഈ ഉപനിധിയെ കുറിച്ച് തിമോത്തിയോസിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനോട് ചേർത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നിന്റെ മനോഭാവം അത് വളരെ വിശ്വസ്തതയുള്ളതായിരിക്കണം. സുവിശേഷം കൊണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് നിനക്ക് ഇഷ്ടം പോലെ അതിനെ ഉപയോഗിക്കാനുള്ളതല്ല. സുവിശേഷം ധനസമ്പാദനത്തിനുള്ളൊരു മാർഗമല്ല. അത് നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കി നീ അത് വിശ്വസ്തയോടെ അതിനെ കാത്തു പരിപാലിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ് ഈ ഒരു നിർദ്ദേശം തിമോത്തിയോസിന് നൽകുന്നത്. മാത്രമല്ല, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാ. നോക്കണേ, ആ കാലത്ത് തന്നെ, 1-ാം നൂറ്റാണ്ടിൽ അനുഭവമായത്, ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം ഇവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്താണത്? ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിൽക്കണം. അപ്പൊ ആ കാലത്ത് തന്നെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ സുവിശേഷം മുഖാന്തരം തർക്കസൂത്രങ്ങളും വൃഥാലാഭങ്ങളൊക്കെ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളും അതിൻ്റെ പല വശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സത്യവചനമാകുന്ന സുവിശേഷം മുഖാന്തരം അത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി അതിനെ കാണാൻ പാടില്ല. ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങൾ, ദുരുപദേശത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് കൂട്ടുകയും അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്ത് അത് ലാഭമുണ്ടാക്കാനുള്ള ഭക്തി വിരുദ്ധമായ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് സുവിശേഷത്തെ നീ കരുതരുത്. മാത്രമല്ല, നീ അങ്ങനെയുള്ള തർക്കസൂത്രങ്ങളെ ഒക്കെ നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിൽക്കണം. അതാണ് യഥാർത്ഥമായ ഒരു ദൈവദാസന്റെ യോഗ്യത എന്ന് അതിൽ കൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അത് ശരിയാണെന്ന് ഒരിക്കലും നീ പറയരുത്. നീ അതിന് ഒരിക്കലും വശംവദനായി തീരരുത്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കുവാനായിട്ട് പൗലോസ് ആരോട് പറയുകയാണ്? തിമോത്തിയോസിനോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ പേർ പറഞ്ഞ് അനേകർ തർക്കസൂത്രങ്ങൾ ഉണ്ടാക്കുകയും അതിനെ വൃഥാ ലാഭമാക്കി തീർക്കുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ
നമ്മളെല്ലാം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകുവാനിടയാകരുത്. അത് മുഖാന്തരം എന്ത് സംഭവിച്ചു? അനേകർ വിശ്വാസം വിട്ട് തെറ്റിപ്പോകാൻ ഇടയായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ അനേകർ വിശ്വാസം വിട്ട് എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അത് പൗലോസ് ഇവിടെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, പൗലോസ് തിമോഥെയോസിനാണ് ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നതെങ്കിലും അതിന്റെ അവസാനത്തെ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. കൃപ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നല്ല പറയുന്നത്, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിമോഥെയോസിന് വ്യക്തിപരമായി എഴുതിയ ലേഖനമാണെങ്കിലും അത് വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മളെല്ലാവരോടും കൂടിയാണ് പൗലോസ് ഇത് പറയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞ് ഈ ലേഖനം ഇവിടെ ഒന്നാമത്തെ ലേഖനം അവസാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതും നിർദ്ദേശിച്ചതെല്ലാം ആ തിമോഥെയോസിനോട് മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. പിന്നെയോ അത് നമ്മോടെല്ലാവരോടും കൂടെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അത് ചിന്തനീയമാണ് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ ഈ അവസാന ഭാഗം ഇന്ന് തീരുന്നു. അടുത്തത് തിമോഥെയോസിന്റെ രണ്ടാം ലേഖനത്തെ സംബന്ധിച്ചുള്ള പഠനമാണ്. തിമോഥെയോസിന്റെ രണ്ടാം ലേഖനം തിമോഥെയോസിന്റെ ലേഖനത്തിലെ താക്കോൽ വാക്ക് വിശ്വസ്തത എന്നുള്ളതാണ്. വിശ്വസ്തത. എഴുതിയ കാലഘട്ടം AD 67. ഈ രണ്ടാം ലേഖനം തിമോഥെയോസിന് പൗലോസ് എഴുതിയതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ ലഘുവായിട്ട് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. തിമോഥെയോസിന്റെ രണ്ടാം ലേഖനം പൗലോസ് എഴുതുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ചെറുതായിട്ട് ഈ ലേഖനം എഴുതിയതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ശ്രദ്ധിച്ചാൽ തീത്തോസ് 3:12 പൗലോസ് പ്ലാൻ ചെയ്തു നിക്കോപോലിസിൽ എത്തുവാനായിട്ട് താന് പ്ലാൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ നീറോ കൈസറാണ് റോമൻ ഭരണാധികാരിയായിട്ട് നിലവിലുണ്ടായിരുന്നു. നീറോ ചക്രവർത്തി നമുക്കറിയാം. നീറോ ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് ഏറ്റവും അധികം പീഡ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിത്തീരുവാനിടയായത്. വളരെ അധികം പീഡകൾ അനുഭവിച്ചത് നീറോ ചക്രവർത്തി റോമൻ ഭരണാധികാരിയായിരുന്നതായ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഭരണാധികാരി പാർക്കുന്ന ആ സ്ഥലത്തോടടുത്ത് താമസിക്കുന്നത് അത് യുക്തിപരമായ കാര്യമല്ല എന്ന് പൗലോസ് മനസ്സിലാക്കിയത് കൊണ്ട് പൗലോസ് നിക്കോപോലിസിൽ വന്ന് താമസിച്ച അവസരത്തിൽ താൻ അവിടെ നിന്ന് ആ കാര്യം മനസ്സിലാക്കിയിട്ട് മാസിഡോണിയ വഴി
ത്രോവാസിലേക്ക് പൗലോസ് ഓടിപ്പോകാനായിട്ടിടയായി. അവിടെ ത്രോവാസിലെത്തിയപ്പോൾ കർപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പൗലോസിനെ അവിടെ സ്വീകരിച്ചത്. നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ, ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അവിടെയും പൗലോസിന് അധികം താമസിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. എവിടെ? ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്തും അധിക നാൾ താമസിക്കുവാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ പക്കലുണ്ടായിരുന്ന കുറെ സാധനങ്ങൾ ത്രോവാസിൽ പാർക്കുന്ന കർപ്പോസിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്ന് പൗലോസ് വീണ്ടും യാത്രയാകാനായിട്ടിടയായി. എന്നാൽ ആ യാത്രാ മധ്യത്തിലാണ് വീണ്ടും പൗലോസിനെ റോമൻ ഭരണകൂടം അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായത്. ആദ്യം ജയിൽവാസം കഴിഞ്ഞ് പൗലോസ് ഇറങ്ങിയതായ കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ, ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നത്. എന്നാൽ ത്രോവാസിൽ നിന്ന് താൻ യാത്ര ചെയ്യുന്നതായ സമയത്ത് വീണ്ടും തന്നെ പടയാളികൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു. ഈ പ്രാവശ്യം തന്റെ മുമ്പിലത്തെ കാരാഗൃഹവാസത്തെക്കാള് വിഭിന്നമായ ഒരവസ്ഥയിലാണ് താന് കാരാഗൃഹത്തിൽ പാർക്കേണ്ടതായിട്ട് വന്നത്. ഒന്നാം പ്രാവശ്യം, ഈ കാര്യം ശ്രദ്ധിക്കണം, ഒന്നാം പ്രാവശ്യം താൻ അറസ്റ്റിലായത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യഹൂദന്മാര് പൗലോസിനെ കുറ്റം ചുമത്തിയത് കൊണ്ടാണ് താൻ ആദ്യ കാരാഗൃഹവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമെന്നുള്ള നിലയിലാണ് റോമാ ഗവൺമെന്റ് തന്നെ കുറ്റം ചുമത്തി തന്നെ കസ്റ്റഡിയിലാക്കി കാരാഗൃഹത്തിൽ കൊണ്ടുപോകുവാനായിട്ട് ഇടയായത്. ആദ്യത്തെ പ്രാവശ്യം തനിക്ക് സുവിശേഷം അറിയിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ടാം പ്രാവശ്യം അതിലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം അവരനുവദിച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന അനേക സ്നേഹിതന്മാര് എന്ത് ചെയ്തത്? തന്നെ കാണാൻ വരികയോ തന്നെ കോടതിയിൽ തുണ നിൽക്കുകയോ സാധിക്കാത്ത നിലയിൽ എത്തിച്ചേരുവാനായിട്ട് കാരണമുണ്ടായത്. ഒന്നാം പ്രാവശ്യം തനിക്കൊരു വിടുതൽ ലഭിക്കുമെന്ന് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ കാരാഗൃഹവാസത്തിൽ മരണം തന്നെ പിടികൂടുമെന്നുള്ളതായ നല്ല ഉറപ്പോടുകൂടിയാണ് പൗലോസ് കാരാഗൃഹത്തിൽ വാസം ചെയ്യുവാനായിട്ടിടയായത്. ആദ്യത്തെ തടവ് സമയത്ത് പൗലോസ് ഒരു കൂലി കൊടുത്ത് വാങ്ങിച്ച, അല്ലെങ്കിൽ കൂലി കൊടുത്ത് റെന്റിനെടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. സാധാരണ ഒരു ജയിൽ മുറിയിലാണ് പൗലോസിനെ തടവിലാക്കിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ ജയിൽ മുറിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വൃത്തിഹീനമായ, ജനല് പോലും ഇല്ലാത്ത ഒരിരുണ്ട മുറിയിലാണ് പൗലോസിനെ കാരാഗൃഹത്തിലാക്കിയത്. ആ ജയിൽ മുറിയൊക്കെ അന്ന് വിളിച്ചിരുന്നത് ശവക്കുഴികളെന്നാണ്. അങ്ങനെയുള്ള ജയിൽ മുറികളിൽ എലികളെയും പാർപ്പിച്ചിരുന്നു. അനേക ജയിൽ പുള്ളികളെ എലികൾ തിന്നതായിട്ട് ചരിത്രമുണ്ട്.
ആ രീതിയിലുള്ള ഒരു ജയിൽ മുറിയിലാണ് പൗലോസിനെ ഇപ്പോൾ രണ്ടാമത് എന്ത് ചെയ്തിരിക്കുന്നത്? തടവിലാക്കിയിരിക്കുന്നത്. AD 64 റോമിൽ ഒരു വലിയ അഗ്നിബാധ ഉണ്ടാകാനിടയായി. എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, നീറോ ചക്രവർത്തി പുതിയ ബിൽഡിംഗ് പണിയുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. ആ കാലത്ത് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്ന അവസരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ? ഒരു വലിയ അഗ്നിപ്രളയം ലോകത്തിൽ വരും, ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ആശയം അന്നത്തെ ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നീറോ ചക്രവർത്തി തന്നെ റോമൻ പട്ടണത്തിന് തീ കൊടുത്തിട്ട് ഈ കുറ്റം ആരുടെ തലമേ കൊണ്ടുവച്ചെന്നറിയാമോ? ക്രിസ്ത്യാനികളുടെ മേൽ. എന്ന് പറഞ്ഞാൽ ഇവരാണ് ഒരു വലിയ അഗ്നിബാധ അല്ലെങ്കിൽ അഗ്നിപ്രളയം ഭൂമിക്ക് സംഭവിക്കുന്നു, ഇവരാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇവര് മുഖാന്തരമാണ് ഈ തീ ഇങ്ങനെ പടർന്നു പിടിച്ചതെന്നുള്ള ആ ഒരു കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ കൊണ്ട് വയ്ക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അനേക ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും മാത്രമല്ല അനേകർ ക്രൂരമായ വിധത്തിൽ അത് കൊല്ലപ്പെടുവാനും ഇടയായെന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് തന്നെ ആ കാലത്ത് കുറ്റകരമായിരുന്നു. മാത്രമല്ല സകല ക്രിസ്ത്യാനിയെയും കണ്ടുപിടിച്ച് വധിക്കുന്നതിന് നീറോ ചക്രവർത്തി ഉത്തരവിട്ടൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ വിട്ട് പലരും പോയി എന്ന് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെ ഭയപ്പെട്ട് പൗലോസിനോട് ഉണ്ടായിരുന്ന അനേകർ പൗലോസിനെ വിട്ട് പോകാനിടയായി. അതുകൊണ്ടാണ് ഒനേസിഫോരസ് പൗലോസിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ന് നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നു. ഇനി ഈ ലേഖനം എഴുതിയതായിരിക്കുന്ന സന്ദർഭവും അതിന്റെ കാലവും നോക്കിയാൽ തിമോത്തിയോസ് കഴിഞ്ഞ ലേഖനം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്ന സമയത്ത് തിമോത്തിയോസ് എവിടെയായിരുന്നു? എഫേസോസ് സഭയുടെ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ ഈ ലേഖനം തിമോത്തിയോസിന് എഴുതുന്നതായിരിക്കുന്ന സമയത്ത് തിമോത്തിയോസ് എഫേസോസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയതായിട്ടാണ് ചരിത്രം പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെ തിമോത്തിയോസ് അവിടുന്ന് മാറിപ്പോയ സമയത്ത് തിഹിക്കോസ് എന്ന് പറയുന്ന മറ്റൊരു ദൈവദാസനെ പൗലോസ് എവിടേക്ക് അയച്ചിരുന്നു? എഫേസോസിലേക്ക് അയച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തിമോത്തിയോസ് ഒന്നുകിൽ മക്കദോന്യയിലോ ആസ്യയിലോ എവിടെയെങ്കിലും ആയിരിക്കുമെന്നാണ് അതിനെക്കുറിച്ച് പറയുവാനായിട്ടിടയാകുന്നത്. അതുകൊണ്ട് തിമോത്തിയോസിന് ഈ ലേഖനത്തിൽ കൂടെ താൻ എഴുതുമ്പോൾ തിമോത്തിയോസ് റോമിലേക്ക് കടന്നു ചെല്ലണമെന്നും നീ വരുന്ന വഴിക്ക് ത്രോവാസിൽ വെച്ചു പോകുന്നതായിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് നീ എൻ്റെ അടുക്കൽ വരണം എന്നുമൊക്കെയാണ് ഇതിൽ കൂടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഈ ലേഖനം എഴുതുന്നതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദുരുപദേഷ്ടന്മാരെ അഭിമുഖീകരിക്കുന്ന തിമോത്തിയോസിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പൗലോസിന്റെ ഉത്കണ്ഠ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ തിമോത്തിയോസ് ഒരുപാട് ദുരുപദേഷ്ടന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ
തിമോത്തിയോസ് അഭിമുഖീകരിക്കുന്നതായ ആ കാര്യം ഓർത്ത് ഉത്കണ്ഠയോടുകൂടിയാണ് ഈ ലേഖനം തിമോത്തിയോസിന് പൗലോസ് എഴുതുവാനിടയായത്. 2 തിമോത്തിയോസ് 4:3, 3:13, 2:18. മറ്റൊരു ഉദ്ദേശം, മറ്റൊരു കാരണം, ഇത് എഴുതാനുള്ള കാരണമാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. 2 തിമോത്തിയോസിന്റെ ലേഖനം എഴുതുവാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം, മിക്കവാറും എല്ലാവരും പൗലോസിനെ കൈവിട്ട് കളഞ്ഞു. പക്ഷെ ആ സമയത്ത് ഒനേസിഫോരസും ലൂക്കോസും തന്നോടുകൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്റെ ആ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു. മറ്റെല്ലാവരും തന്നെ കൈവിട്ടു. 2 തിമോത്തിയോസ് 1:16 മുതൽ 18 വരെ. നാലിന്റെ 9 തൊട്ട് 11 വരെ. മൂന്നാമത്തെ മറ്റൊരു കാരണം, താൻ ഏകനായി കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ത്രോവാസിൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും അത്യാവശ്യമായി പൗലോസിന്റെ അടുക്കൽ എത്തിക്കണം എന്നുള്ള കാരണമാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ കർത്താവിനെ സേവിച്ച്, കർത്താവിന് വേണ്ടി കർത്താവിനെ ശുശ്രൂഷിച്ച്, വളരെ കഷ്ടങ്ങളും പീഡകളും അനുഭവിച്ച ദൈവദാസൻ അവസാനം മരണത്തെ കാത്തുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് പറഞ്ഞത് കേട്ടോ, ത്രോവാസിൽ ഞാൻ വെച്ചേച്ചു പോകുന്ന എന്റെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും അത്യാവശ്യമായിട്ട് നീ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് വരണം. അത്രയും നാൾ കർത്താവിനെ സേവിച്ചിട്ട് തനിക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ പരമാർത്ഥതയോടെ കർത്താവിനെ ശുശ്രൂഷിച്ചാൽ ഈ ലോകത്തിൽ നമുക്കൊന്നും സമ്പാദിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ കാലം വരെ കർത്താവിനെ സേവിച്ചിട്ട് താനൊന്നും സമ്പാദിക്കാൻ ആഗ്രഹിച്ചില്ല. തനിക്കാകെ ഉണ്ടായിരുന്നത് ഈ ഭൂമിയിൽ പുതയ്ക്കാനൊരു പുതപ്പും വായിക്കാൻ ചില ചർമ്മലിഖിതങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ എന്ന് പറയാം. എന്നാൽ നീറോ ചക്രവർത്തിയുടെ മരണത്തിന് മുൻപ് അല്പസമയം മുമ്പാണ് പൗലോസ് എന്ത് ചെയ്തത്? രക്തസാക്ഷിയായി വധിക്കപ്പെടുവാനിടയായത്. എന്ന് പറഞ്ഞാൽ നീറോ ചക്രവർത്തിയുടെ
കൽപ്പന പ്രകാരമായിരിക്കണം പൗലോസ് വധിക്കപ്പെടുവാനായിട്ട് ഇടയായത്. ഈ ലേഖനം വീണ്ടും തിമോഥെയോസിന് എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് തിമോഥെയോസിന് ഈ ലേഖനം പൗലോസ് എഴുതി അയക്കുവാന്റെ ഉദ്ദേശം? ഒന്ന്, തിമോഥെയോസിനെ ശുശ്രൂഷയിൽ ധൈര്യപ്പെടുത്തുന്നതിനും ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ്. തിമോഥെയോസിനെ ശുശ്രൂഷയിൽ ധൈര്യപ്പെടുത്തുന്നതിനും ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. രണ്ട്, ഈ ലേഖനം വായിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരുവന്റെ ഈ ലേഖനം വായിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരുവന്റെ അന്ത്യപ്രബോധനങ്ങളും അഭിലാഷങ്ങളും നാം അറിയണം. ഈ ലേഖനത്തിലെ സന്ദേശം എന്താണെന്ന് പറയാം. രണ്ട് തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? 2 തിമോഥെയോസ് 2:15. ശ്രമിക്കാം. ഒന്നുകൂടെ വായിക്കാമോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി കേൾക്കാനായി ദൈവത്തെ കൊള്ളാകുന്നതായി നിൽപ്പാൻ ശ്രമിക്കാം. താങ്ക് യു. ഇവിടെ നമ്മൾ വായിച്ചത് കേട്ടല്ലോ. മതി വായിച്ചത് കേട്ടത് ഇങ്ങനെയാണ്: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. ഒന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ സഭയോടുള്ള ബന്ധത്തിലുള്ള നടപടിക്രമമാണ് പൊതുവായി അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇവിടെ വ്യക്തിപരമായ ഉത്തരവാദിത്വവും നടപടിക്രമങ്ങളും ഉറപ്പിച്ചു പറയുന്ന ഒരു ലേഖനമാണ് ഇവിടെ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായ ഉത്തരവാദിത്വവും നടപടിക്രമവും ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവമക്കൾ അഥവാ ഒരു ദൈവദാസൻ എത്രമാത്രം ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുള്ളതായ അഗൗരവമായ സംഗതിയാണ് ഇവിടെ പൗലോസ്
എടുത്തു കാട്ടിയിരിക്കുന്നത്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നാം ലോകക്കാരല്ല. ദൈവം നമ്മെ ലോകക്കാരിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമ്മെ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്നാണ് ബിലയാമിന്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പറയുകയാണ്, വിട്ടുപോരുവീൻ എന്ന് അവിടെ ദൈവമക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, യെരൂശലേമിൽ ദൈവത്തെ ആരാധിച്ച് യാഗം കഴിച്ച് പുരോഹിത ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ദാനിയേലും കൂട്ടരും അവര് പ്രവാസത്തിലേക്ക് കടന്നുപോയി, ബാബിലോണിലേക്ക് കടന്നു പോകുവാനിടയായി. എന്നാൽ അവിടെ ചെന്നിട്ടും അവരുടെ ന്യായപ്രമാണവും പ്രവചനങ്ങളും അവരൊരിക്കലും എന്ത് ചെയ്തില്ല, മറന്നുപോയില്ല. അവരത് വിട്ടുകളഞ്ഞില്ല. അവർക്കൊരു പ്രമാണമുണ്ടായിരുന്നു. അതാണ് അവരതിലാണ് ഉറച്ചു നിൽക്കുവാനിടയായി. ഏതായാലും ഞങ്ങളുടെ ദേശം വിട്ട് ഞങ്ങൾ ഇവിടെ വരാനിടയായി. അതുകൊണ്ട് ഈ ദേശത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ച് ഇവിടുത്തെ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോകുമെന്നാണോ ദാനിയേൽ പറഞ്ഞത്? അല്ല. അവർ പറയുകയാണ്, രാജാവേ, നിന്റെ ഭോജനം കൊണ്ടും നീ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞങ്ങളെ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ ധൈര്യത്തോടെ പറയുവാനിടയാണ്. ലോകക്കാരുടെ പ്രമാണമാണ് നാടോടുമ്പം നടുവേ ഓടണമെന്നുള്ളത്, കേട്ടോ. എന്നാൽ നമുക്കങ്ങനെ ഒരു പ്രമാണമില്ല. ദേശം മാറിയാലും ഭാഷ മാറിയാലും സംസ്കാരം മാറിയാലും പശ്ചാത്തലങ്ങൾ മാറിയാലും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം വിട്ട് പോകുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. നാം ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കേണ്ടവരാണ്. ഈ ലേഖനത്തിന്റെ ചില പ്രത്യേകതകൾ പറയാം. ഈ ലേഖനത്തിന്റെ ചില പ്രത്യേകതകൾ പൗലോസിന്റെ മറ്റ് എഴുത്തുകളിൽ കാണാത്ത 77 വാക്കുകൾ ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 23 വ്യക്തികളുടെ പേര് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഭാവിയിൽ സഭയ്ക്ക് നേരിടാവുന്ന വിപത്തുകളുടെ ഒരു വിവരണം ഇതിനകത്തുണ്ട്. പൗലോസിന്റെ പുതപ്പ്, പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ
ഏറിയ വർഷത്തെ സമ്പാദ്യമായിരുന്നു. പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതവുമാണ് ഈ ലോകത്തിൽ താൻ സമ്പാദിച്ചതെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, താന് ഏത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുവോ അവിടെയായിരുന്നു തന്റെ നിക്ഷേപം മുഴുവനും. മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇന്ന് രാത്രി ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൽ എന്ന പ്രയോഗം പൗലോസിന്റെ ലേഖനങ്ങളിൽ എവിടെയൊക്കെ കാണാൻ കഴിയും? ക്രിസ്തുവിൽ. റോമാലേഖനത്തിൽ 3:24 ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ 1:2, 1 കൊരിന്ത്യർ 1:2 ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് കൊരിന്ത്യർ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1:21 ഗലാത്യ ലേഖനത്തിൽ ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു. 2:4, 5:1 എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ 3, 2:6 ഫിലിപ്പിയ ലേഖനത്തിൽ
ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരാണ്. നാലിന്റെ 4. തന്നെ വലിയൊരു വിഷയമാണ്, വലിയൊരു സബ്ജക്റ്റായിരുന്നു. കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൽ പരിപൂർണരാണ്. രണ്ടിന്റെ 9, 10. ഒന്ന് തെസ്സലോനിക്യ ലേഖനത്തിൽ, 1 തെസ്സലോനിക്യ ക്രിസ്തുവിൽ പ്രത്യാശാപൂർണരാണ്. ഇതിന്റെ 3. രണ്ട് തെസ്സലോനിക്യരിൽ ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെട്ടവരാണ്. ഒന്നിന്റെ 11, രണ്ടിന്റെ 14. ഒന്ന് തിമോഥെയോസിൽ ക്രിസ്തുവിൽ വിശ്വസ്തരായി തീർന്നിരിക്കുന്നു. ഒന്നിന്റെ 18, 19. രണ്ട് തിമോഥെയോസിൽ ക്രിസ്തുവിൽ വിജയികളാണ്. ക്രിസ്തുവിൽ വിജയികളാണ്. നാലിന്റെ 6 മുതൽ 8 വരെ. തീത്തോസിൽ ക്രിസ്തുവിൽ മാതൃകയുള്ളവരായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ മാതൃകയുള്ളവരായി തീർന്നിരിക്കുന്നു. രണ്ടിന്റെ 7. ഫിലോമോനിൽ ക്രിസ്തുവിൽ കരുണ ലഭിച്ചവർ. ക്രിസ്തുവിൽ കരുണ ലഭിച്ചവർ. രണ്ടിന്റെ 7.
അപ്പോൾ 1 തിമോഥെയോസിന്റെ ലേഖനത്തിൽ തിമോഥെയോസിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതിന്റെ ക്രമങ്ങളും അതിന്റെ നടപടികളും ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് തിമോഥെയോസിന് എഴുതി അറിയിച്ചെങ്കിൽ, ഇവിടെ ഈ 2-ാം ലേഖനത്തിൽ തിമോഥെയോസിനോടുള്ള ബന്ധത്തിൽ തിമോഥെയോസിന് എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ കർത്തൃ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണമെന്ന് വളരെ ഉറപ്പിച്ച് പൗലോസ് പറയുന്നതായിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ ഈ ഇടയലേഖന മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചുരുക്കി പറഞ്ഞാൽ കർത്തൃ ശുശ്രൂഷ എന്ന് പറയുന്നത് യാതൊരു ക്രമവുമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ വളരെ ക്രമമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്ന ഒരു ലേഖനമാണ് ഈ ഇടയലേഖനങ്ങൾ എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിന് ഞാൻ വിരാമം കുറിക്കുകയാണ്.